വഖഫ് ബോർഡ് കേരളത്തിൽ തിമിർത്താടുകയാണ്. വഖഫ് ബോർഡിൻ്റെ 100% സ്വത്തുക്കളും വഖഫ് ബോർഡ് അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ അതിൻ്റെ വെരിഫിക്കേഷൻ ഇല്ല, സർക്കാർ അതിനെ പറ്റിയിട്ട് നടപടിയെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ രേഖകളൊക്കെ ശരിയാണോ? ഇതെല്ലാം ശരിയായിട്ടാണോ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്? മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇതൊന്നും ആരും ചോദിക്കുന്നില്ല. വഖഫ് ബോർഡിനെ ഭയമാണ്. അത് മാത്രവുമല്ല, ഇവിടുത്തെ സർക്കാരിനെ നിലനിർത്തിയത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ അവരോധിച്ചതിൽ നിർണായക പങ്ക് മുസ്ലിം ലീഗിനുണ്ട്. അതുമാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് വാക്ക് കൊടുത്തതല്ലേ, അതെങ്ങനെ തെറ്റിക്കും? പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെയോ മുസ്ലിം ലീഗിനോ പേടിയില്ലാത്ത ചങ്കുറപ്പുള്ള ഒരു മുഖ്യമന്ത്രി ഇന്ത്യക്കുണ്ട്. ആദ്യത്തെ ഉത്തരം നിങ്ങളിൽ ആരും പറയും അത് യോഗി ആദിത്യനാഥാണെന്ന്. അതെ, യോഗി ആദിത്യനാഥ് വഖഫ് ബോർഡിന് മുമ്പിൽ തല കുനിച്ചിട്ടില്ല, നട്ടല് വളച്ചിട്ടില്ല. വഖഫ് ബോർഡിൻ്റെ 31,000 രജിസ്ട്രേഷനാണ് ഉമീദ് പോർട്ടലിൽ നിന്ന് യോഗി ആദിത്യനാഥ് റദ്ദ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഉമീദ് പോർട്ടലിൽ ഇവർ അവരുടെ സ്വത്തുവകകളെ പറ്റിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നു. ഉത്തർപ്രദേശിൽ 31,000 സ്വത്തുവകകളിൽ കൃത്യമായ വ്യക്തമായ ക്രമക്കേട് യോഗി ആദിത്യനാഥ് സർക്കാർ കണ്ടെത്തുന്നു. അത് നിസ്സാരമായിട്ടുള്ളതല്ല. ഭൂമിയുടെ വിസ്തൃതി, ഭൂമിയുടെ അവകാശം എങ്ങനെയാണെന്ന്, ഖസ്ര നമ്പർ, ഇതിൻ്റെ വിസ്തൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വത്തുവകകളുടെ ഡോക്യുമെൻസുകൾ, ഇതിലെല്ലാം വളരെ വ്യാപകമായ ക്രമക്കേടുകൾ യോഗി സർക്കാർ കണ്ടെത്തി. അതുമാത്രവുമല്ല, പല രേഖകളും അവ്യക്തമാണ്. ഇവയൊന്നും തന്നെ ഈ വസ്തുവകകൾക്ക് മേൽ വഖഫ് ബോർഡിനുള്ള അവകാശം സ്ഥാപിക്കാൻ പര്യാപ്തമായതല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണക്കാരായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള വഖഫ് ബോർഡിൻ്റെ ഒരു തീരുമാനമുണ്ടല്ലോ, അതിനെയാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഏതാണ്ട് നമുക്കറിയാം. കാരണം ഈ വിവാദം വന്നപ്പോഴൊക്കെ നമ്മൾ കേട്ടതാണ്. വഖഫ് ബോർഡിന് 3 തരത്തിൽ സ്വത്തുക്കൾ അവരുടേതായിട്ട് മാറ്റാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴല്ല, ആ നിയമം മാറ്റി കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് വഖഫ് ബോർഡിന് ഒരാൾ ദാനം ചെയ്താൽ, രേഖാപൂർവം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞാൽ, ഒരാൾ പറയുകയാണ് ഞാൻ എൻ്റെ ഭൂമി വഖഫിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നയാൾ അയാളുടെ വസ്തു വഖഫിന് കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു, ആ ഹിയർസേ മതി വഖഫാക്കാൻ പറ്റുമായിരുന്നു. ഏതെങ്കിലും വസ്തു, ഒരാൾ മരിച്ചുപോയി, ഒരാളുടെ വസ്തു ഉണ്ടായിരുന്നു, അയാൾക്ക് 10 ഏക്കർ ഉണ്ടായിരുന്നു. ആ 10 ഏക്കർ ഇയാളുടെ അയൽവക്കക്കാരനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുക, അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വഖഫാക്കണമെന്ന് എന്ന് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ ആൾ മരിച്ചു പോയി എന്നിരിക്കട്ടെ, രേഖകളൊന്നും വേണ്ടത്, വഖഫാണ്, ഇയാളുടെ മൊഴി മാത്രം മതി. നമുക്കറിയാമല്ലോ, ഇസ്ലാമിക നിയമങ്ങൾ പലതും ഇങ്ങനെയൊക്കെയാണ്. 1-ാം തലാക്ക്, 2-ാം തലാക്ക്, 3-ാം തലാക്ക്, മുത്തലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം കഴിഞ്ഞു. ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി, ഈ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അന്ന് പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇങ്ങനെ കത്തിലൊക്കെ ഇങ്ങനെ അയച്ച് ഒരുപാട് സ്ത്രീകളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. തലാക്ക് കത്തിൽ കൂടെ അയക്കും. ഭർത്താവിൻ്റെ ഗൾഫിൽ പോയിരിക്കുന്ന ഭർത്താവിൻ്റെ കാശും കാത്ത്, ഇല്ലെങ്കിൽ അയാൾ അയക്കുന്ന കത്തും കാത്ത്, ഇവിടെ വീട്ടിലിങ്ങനെ കാത്തിരിക്കുന്ന ഭാര്യയ്ക്ക് അവിടുന്ന് ഒരു കത്ത് വരുന്നതിൽ എഴുതിയിരിക്കും തലാക്ക് തലാക്ക് തലാക്ക്. 3 തവണ തലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം വേർപെട്ടു. ഒരു പൈസയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, അയാൾ ഉണ്ടാക്കിയ കുട്ടികളെ നോക്കണ്ട, ആ സ്ത്രീയെ നോക്കണ്ട. അതിനെയാണ് കേന്ദ്ര സർക്കാർ ക്രിമിനൽ നിയമമാക്കി മാറ്റിയത്, ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയത്. അപ്പോൾ എന്തിനാണ് ക്രിമിനൽ കുറ്റമാക്കിയത്? ഇത് നിരോധിച്ചാൽ പോലെ, നിരോധിച്ചാലും പാലിക്കില്ല. ഒരാളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ 100 കിലോമീറ്റർ വേഗതയിൽ ഇവിടെ വണ്ടി ഓടിക്കും, ഇവിടെ 40 കിലോമീറ്ററാണ് വേഗത. എന്താ നിയമം കൊണ്ടുവന്ന ആരെങ്കിലും അനുസരിക്കില്ലല്ലോ. അത് ഇമ്പോസ് ചെയ്യണമെങ്കിൽ പെനാൽറ്റി കൊടുക്കണം. 40 കിലോമീറ്ററിന് മുകളിൽ ഓടിച്ച് കഴിഞ്ഞാൽ നിനക്ക് 5000 രൂപ ഫൈനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അനുസരിക്കും. അല്ലാതെ അതൊരു കുറ്റകരമായ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അനുസരിക്കില്ല. അപ്പോൾ നിയമം അനുസരിക്കണമെങ്കിൽ അതിനെ ഒരു ലോ ഇമ്പോസ് ചെയ്യണം, അതിന് പണിഷ്മെൻറ്റും ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അത് അനുസരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കാര്യം. അവിടെ ഇത് കഴിഞ്ഞു. അതോടുകൂടി തന്നെ മുസ്ലിം സ്ത്രീകൾ വലിയ തോതിൽ ഈ സർക്കാരുമായിട്ട് അടുത്തു. ഇത് ചെയ്യുന്നത് ന്യായമാണ്, ഈ മുത്തലാഖ് നിരോധന നിയമം വളരെ അനിവാര്യമാണ് എന്നുള്ളത് സ്ത്രീകൾ പറയാൻ തുടങ്ങി. അതുമാത്രവുമല്ല, ഇസ്ലാമിക സമുദായത്തിലുള്ള വിദ്യാഭ്യാസം നേടിയ യുവാക്കളും ആൾക്കാരും ഒക്കെ തന്നെ പറയുന്നുണ്ട് അത് ശരിയാണ്. പെൺമക്കളുള്ള അച്ഛന്മാരെല്ലാം പറയും എൻ്റെ മകളെ അങ്ങനെ മൊഴി ചൊല്ലിയിട്ട് പോകാൻ കഴിയില്ല എന്ന്. അതല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ പറയുന്നില്ലെങ്കിൽ ഈ തലാഖ് ചൊല്ലി ഈ പറയുന്ന പല വിവാഹം കഴിച്ച് പോകുന്നവരായിരിക്കും ഒരു പക്ഷേ അത് വേണമായിരുന്നു എന്ന് പറയുന്നത്. അനീതി ഏത് മതത്തിലുണ്ടെങ്കിലും അതിനെയെല്ലാം നിരോധിക്കപ്പെടേണ്ടതാണ്, ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. സതി ദുരാചാരമായി അനുഷ്ഠിച്ചിരുന്ന കാലത്ത് അതിനെ എതിർക്കുകയും അത്
തെറ്റാണ് എന്ന് പറയുകയും അത് നിരോധിക്കുകയും ചെയ്തവരാണ് നമ്മൾ. ഏത് രീതിയും ഏത് ആചാരം എന്ന് പറഞ്ഞ് അനുഷ്ഠിച്ചു വന്നിരുന്ന ഏത് തെറ്റും അത് തെറ്റാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ നിരോധിച്ചത്. തൊട്ടുകൂടായ്മ, അയിത്തം, ഇതെല്ലാം നിയമം മൂലം നിരോധിക്കുകയും ആ തൊട്ടുകൂടായ്മ ആരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടാനുമുള്ള നിയമം ഉണ്ടാക്കിയത് നമ്മളുടെ പരിവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പരിവർത്തനം വരുത്തണമെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാർ പലരും മണ്ണിനടിയിലായിട്ടും വർഷങ്ങളായി എന്നുള്ളത് കൂടി ആർക്കണം. അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത മനുഷ്യൻ ഒരു പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് പിന്നെ പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. ചേകന്നൂർ മൗലവിയുടെ കഥയാണ് സൂചിപ്പിച്ചത്. ഏതായാലും ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡിൻ്റെ അന്യായമായിട്ടുള്ള ഭൂമി ഇല്ലെങ്കിൽ സ്വത്ത് അവകാശങ്ങളൊക്കെ തന്നെ റദ്ദ് ചെയ്തിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. കൃത്യമായിട്ടുള്ള രേഖകളുമായിട്ട് വരൂ, ശരിയായിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കൾ വരൂ. സാധാരണക്കാരായ മനുഷ്യൻ്റെ അധ്വാനത്തെ പിടിച്ചെടുക്കുന്ന ഈ കൊള്ളയുണ്ടല്ലോ, ഈ കാട്ടുനീതി ഉണ്ടല്ലോ, അതിവിടെ വെച്ച് പൊറപ്പിക്കാനാവില്ല എന്ന് യോഗി പറയുകയാണ്. തൻ്റെ അടുത്തോട് പറയുകയാണ്. ഒരിടത്തും പേടിയില്ല, ആരുടെയും മുൻപിൽ നട്ടല് വളച്ച് നിൽക്കേണ്ടതുമില്ല യോഗിക്ക് എന്നുള്ളതാണ്. ഇവിടെ എന്താ അവസ്ഥ? നമ്മുടെ മുനമ്പത്തെ അടക്കം സാധാരണക്കാരായ മനുഷ്യരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള വഖഫിൻ്റെ തീരുമാനം വഖഫ് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ 100% സ്വത്തുവകകളും ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ രേഖകളെല്ലാം എവിടെയാണ് രേഖയുള്ളത്? മുനമ്പത്തെ ഭൂമിക്ക് രേഖയുണ്ടോ? ഏത് ഭൂമികൾക്കാണ് രേഖയുള്ളത്? പാവപ്പെട്ടവരുടെ കണ്ണീര്. അഥവാ ഇതൊക്കെ നിങ്ങൾ ഈ അള്ളാഹുവിൻ്റെ സ്വത്താക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവൻ്റെ കണ്ണീര് വീണ സ്വത്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സമാധാനം കിട്ടും, എന്തുറക്കം കിട്ടും? പിന്നെ അറേബ്യയിൽ നിന്ന് വാളുമായിട്ട് വന്ന് ഇസ്ലാമാക്കുകയും മതപരിവർത്തനം നടക്കുകയും പിടിച്ചടക്കുകയും ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു പക്ഷേ ദഹിച്ചേക്കും. സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അന്യൻ്റെ സ്വത്ത് കൊണ്ട് സുഖമായി ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. യോഗി സർക്കാർ ചെയ്തതിന് വലിയ അഭിനന്ദന പ്രവാഹമാണ് എത്തുന്നത്. സാധാരണക്കാരായ മനുഷ്യർ അധ്വാനിച്ച് സ്വന്തം ഭൂമി നേടിയ ആൾക്കാർ പറയുകയാണ്, ഞങ്ങൾ അനാഥരാകേണ്ടിയിരുന്നതിനെ യോഗി സർക്കാർ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വഖഫിൻ്റെ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് വേണ്ടതായതെല്ലാം ലീഗ് ചെയ്യുമെന്നാണ് അവകാശപ്പെടുന്നത്. ലീഗ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വഖഫിൻ്റെ സ്വത്താണ് വേണ്ടത്. അതിനെതിരെ ഇവിടുത്തെ മുഖ്യമന്ത്രി കമാന്ന് രക്ഷയും വേണ്ടില്ല. കാരണം ലീഗിനെ ഭയന്ന് ലീഗിനെ പിൻപറ്റി നിൽക്കുകയുള്ളൂ. ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കുന്നത് പാണക്കാട് തങ്ങളാണ്, പാണക്കാട് കുടുംബമാണ്. അവരാണ് പറയുന്നത്. അവർ വിളിച്ച് പറയും, രാഹുൽ ഗാന്ധി നിനക്ക് വയനാട്ടിൽ നിന്ന് ജയിക്കണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന ആളുടെ ഇവിടെ മുഖ്യമന്ത്രി ആക്കണം, ഇല്ലെങ്കിൽ പഠിക്കകത്ത് കയറ്റൂല, ഈ പെരയിൽ കയറ്റൂല, പെരയിൽ നിന്ന് ബിരിയാണി തിന്നാൻ പറ്റൂല, വയനാട്ടിൽ അടുപ്പിക്കില്ല, 8 നിലയിൽ പൊട്ടും, അമേഠിയാവൂടെ, അമേഠിയിൽ പൊട്ടിയതുപോലെ ഇവിടെ പൊട്ടേണ്ടി വരും എന്ന് പ്രിയങ്ക ഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഒക്കെ പറഞ്ഞ് അവരെയൊക്കെ വിരട്ടി അല്ലെങ്കിലും ഈ പറയുന്ന പേടിച്ച് വരണ്ടാണല്ലോ. ഒരിക്കലും നമ്മൾ കേട്ടതാണ് കോൺഗ്രസിൻ്റെ നേതാവ് വിളിക്കുന്ന മുദ്രാവാക്യം, ഇസ്ലാം കാ മത്ലബ് കോൺഗ്രസ്, കോൺഗ്രസ് കാ മത്ലബ് ഇസ്ലാം എന്ന് പറയുന്നത്. കോൺഗ്രസ് അതായി മാറിക്കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KM ഷാജി പറഞ്ഞല്ലോ, 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാതെ പോയതെല്ലാം കേട്ടോ. LDF സർക്കാരിൻ്റെ കാലത്ത്, പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് 10 വർഷം കൊണ്ട് അവർക്ക് ആ വഖഫ് ഭൂമികളെല്ലാം തന്നെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്ന് നേടിയെടുക്കണം. ഭരണത്തിലേറി ഒരാഴ്ച തികയുന്നതിന് മുമ്പ് വഖഫ് സ്വത്തുക്കളെല്ലാം പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനവും കൊണ്ട് വരുന്നതിൻ്റെ പിന്നിലെ കാരണവും ഇത്രയേ ഉള്ളൂ. മുസ്ലിങ്ങൾക്ക് ഇല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഈ പറയുന്ന തങ്ങന്മാർ അവരുടെ ആശ്രിതർക്ക് ഒക്കെ നേടിയെടുക്കേണ്ടതും കിട്ടേണ്ടതുമെല്ലാം നേടിയെടുക്കാനുള്ള ഒരു മാർഗം അവർ തുറന്നിരിക്കുന്നു, നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. 10 മിനിറ്റ് കൊണ്ട് വഖഫിൻ്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, എന്താണ് പരിഹരിച്ചത്? ഒന്നും പരിഹരിച്ചില്ലല്ലോ. ഇനിയും പരിഹരിച്ചോ? 10 മിനിറ്റല്ല, 10 മണിക്കൂറല്ല, 10 ദിവസമല്ല, 10 മാസം എടുത്താലും ശരി തന്നെ ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അജ്ഞാനുവർത്തിക്ക് ഇതൊന്നും തന്നെ ചെയ്തു തീർക്കാനാവില്ല. അതാണ് വാസ്തവം. ഏതായാലും യോഗി സർക്കാരിന് ആർജവും ഉണ്ടായിരിക്കുന്നു, ആ കരുത്തുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് 31,000 വഖഫ് രജിസ്ട്രേഷൻ റദ്ദാക്കിക്കൊണ്ട് യോഗി സർക്കാർ, UP സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ അവകാശം നേടിക്കൊടുത്തിരിക്കുന്ന, ആ അവകാശത്തിന് വിലയുണ്ടാക്കിയിരിക്കുന്ന വഖഫിൻ്റെ അന്യായങ്ങളെ അല്ല വകവെച്ച് കൊടുക്കേണ്ടതെന്നുള്ള ബോധ്യം യോഗിക്കുണ്ട്. ഇവിടെ അതില്ലാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം.